ഉപരോധം ലംഘിച്ച് വെനസ്വേലയിൽ നിന്ന് എണ്ണക്കടത്ത് നടത്തുന്നുവെന്നാരോപിച്ച് അറ്റ്ലാന്റിക്കിൽ കപ്പൽ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. കരീബിയൻ കടലിലും ഓയിൽ ടാങ്കറുകൾ ലക്ഷ്യമിട്ട് US സൈന്യം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയേന്തിയ ഒരു കപ്പൽ US സേന പിടിച്ചെടുത്തതാണ് തുടക്കം. മോസ്കോക്കെതിരെ അമേരിക്ക നടത്തിയ ഏറ്റവും പ്രകോപനപരമായ നടപടികളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ ഭൂപ്രദേശത്തിനെതിരായ ആക്രമണമായി കണക്കാക്കി US-നെതിരെ സൈനിക നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യങ്ങളും റഷ്യയുടെ ഉന്നത തലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ജനുവരി 7-നാണ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡും US സൈന്യവും ചേർന്ന് മാരിനേര എന്ന പേരുള്ള കപ്പൽ പിടിച്ചെടുത്തത്. റഷ്യ, ഇറാൻ, വെനസ്വേല എന്നീ രാജ്യങ്ങൾക്കായി ഓയിൽ കൊണ്ടുപോകുന്ന ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ നാവിക സംഘത്തിന്റെ ഭാഗമാണ് ഈ കപ്പലെന്നാണ് ആരോപണം. അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഉപരോധങ്ങൾ മറികടക്കാനാണ് ഇവ ഉപയോഗിക്കുന്നതത്രേ. 2024-ൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി നിയമവിരുദ്ധ ചരക്ക് കടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ഈ കപ്പൽ US ഉപരോധത്തിന്റെ കീഴിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2 ആഴ്ചയോളം പിന്തുടർന്ന ശേഷം വടക്കൻ അറ്റ്ലാന്റിക്കിൽ വെച്ച് മാരിനേര അമേരിക്ക പിടിച്ചെടുക്കുകയായിരുന്നു. കപ്പലിനെ പിന്തുടരുന്നത് നിർത്തണമെന്ന് നേരത്തെ തന്നെ മോസ്കോ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധവും അറിയിച്ചു. എന്നാൽ ഹെലികോപ്റ്റർ വഴി എത്തിയ US സ്പെഷ്യൽ ഫോഴ്സ് കപ്പൽ പിടിച്ചെടുത്ത് കോസ്റ്റ് ഗാർഡിന് കൈമാറി. ഈ ടാങ്കറിൽ ചരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വെനസ്വേലൻ അസംസ്കൃത എണ്ണയുടെ ഗതാഗതത്തിന് നിർണായക പങ്കുവഹിച്ച ടാങ്കറാണിതെന്നാണ് US പറയുന്നത്. സംഭവത്തിൽ രൂക്ഷ പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. US നാവികസേനയുടെ സായുധ ആക്രമണം റഷ്യൻ ദേശീയ പതാകയുള്ള ഒരു സിവിലിയൻ കപ്പലിനെതിരെയാണ്. ഇത് റഷ്യൻ ഭൂപ്രദേശത്തിനെതിരെയുള്ള ആക്രമണത്തിന് തുല്യമാണെന്ന് റഷ്യൻ സ്റ്റേറ്റ് ഡ്യൂമയിലെ ഡിഫൻസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ഹെഡ് അലക്സി ലാവ്രോവ് ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ബോട്ടുകൾ മുക്കി ഇതിന് സൈനിക പ്രതികരണം നൽകണമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. ശരിയായി രജിസ്റ്റർ ചെയ്ത കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു രാഷ്ട്രത്തിനും അവകാശമില്ലെന്ന് റഷ്യൻ ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി.